യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുഉത്ഥാന തിരുനാളാണ്. ഈ വിശുദ്ധ ദിനത്തിൻ്റെ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സത്യമായി ഉത്ഥാനം ചെയ്തിരിക്കുന്നു. മനുഷ്യകുല രക്ഷയുടെ ഏറ്റവും മഹത്തായ അടയാളമായിരുന്നു അത്. കാൽവരി മലയുടെ വെരിമാറിലെ സഹനത്തിൽ തീർന്നു പോകുന്നതല്ല ഈ ജീവിതമെന്നും അതിനപ്പുറം ഉത്ഥാനത്തിൻ്റെ വലിയ കൃപയുടെ ബലമുണ്ടെന്നും ഭൂമിയെ പഠിപ്പിച്ചു. ജീവിതത്തിൻ്റെ എല്ലാ സഹനങ്ങൾക്കും പിന്നിൽ രക്ഷയുടെയും സ്വർഗീയ കൃപയുടെയും ആശ്വാസവും ആനന്ദമുണ്ടെന്ന് ഈ ദിനം നമ്മെ ഓർപ്പെടുത്തി. കർത്താവായ യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്തുവെങ്കിൽ അവൻ വിശ്വസിക്കുന്നവരായ നമ്മളെല്ലാവരും സത്യമായി ഉത്ഥാനം ചെയ്യുമെന്ന് അവൻ്റെ അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിച്ചു. ഓർക്കുക, ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ നയിക്കുന്നത് ജീവിത സഹനത്തിൽ നൊമ്പരപ്പെട്ട് തീർന്നു പോകുന്ന ഒരു ജീവിതത്തിലല്ല, മറിച്ച് പ്രത്യാശയുടെ ഉത്ഥാനത്തിലാണ്. ക്രിസ്തുവിന് മുൻപും ശേഷവും അനേകം നീതിമാന്മാരും നല്ല മനുഷ്യരും വിശുദ്ധരും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അവരെല്ലാവരും മരണപ്പെട്ടു. എന്നാൽ അവിടെ എല്ലാവരുടെയും ശവകുടീരങ്ങൾ ഇന്നും അടഞ്ഞു തന്നെയാണ് കിടക്കുക. എന്നാൽ ഭൂമിയിൽ ഒരേ ഒരു കല്ലറ മാത്രമാണ് തുറന്നു കിടക്കുക. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതാണ്. ഓർക്കുക, ഈ ഭൂമിയിൽ മരണത്തെ അതിജീവിച്ച് ജീവൻ പുൽകിയത് ഈ ദൈവം മാത്രമാണ്. അവൻ സത്യമായി ഉത്ഥാനം ചെയ്തിരിക്കുന്നു. ഇത് വലിയൊരു സാക്ഷ്യത്തിൻ്റെ ദിനം കൂടിയാണ്. കർത്താവ് യേശുവിനോടൊപ്പം ജീവിച്ചവർ, അവൻ്റെ സ്നേഹവും സമാധാനവും അനുഭവിച്ചവർ ഉത്ഥാനത്തിൻ്റെ മഹത്വവും കൃപയും സ്വന്തമാക്കി. ഉദ്ധിതനായ ക്രിസ്തു നൽകിയ ഏറ്റവും മഹത്തായ അനുഗ്രഹം എന്തെന്നോ? നിങ്ങൾക്ക് സമാധാനം. അസ്വസ്ഥമായി നിൽക്കുന്ന ഈ പുണ്യഭൂമിക്ക് ഈ കാലഘട്ടത്തിൽ ലഭിക്കേണ്ട ഏറ്റവും മഹത്തായ സന്ദേശം ഇത് തന്നെയാണ്. ഇത് ദൈവത്തിൻ്റെ കൃപയുടെ വീണ്ടെടുപ്പാണ്. ആശ്വാസത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ പുതിയ സ്വരം ശ്രവിക്കുന്ന നിമിഷമാണിത്. ഇത് വലിയ പ്രത്യാശയുടെ ദിനമാണ്. ഇത് അന്ധകാരത്തെ നീക്കിക്കളഞ്ഞ പ്രകാശത്തിൻ്റെ ദിനമാണ്. ദൈവദൂതൻ മഗ്ദലന മറിയത്തോട് പറയുന്നുണ്ട്, കരയേണ്ട, ഇനി നമ്മുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കപ്പെടും. പുനരുത്ഥാനം വീണ്ടെടുപ്പിൻ്റെ പ്രതീകമാണ്. ഇനി അവന് മരണമില്ല, ആശ്വാസത്തിൻ്റെ കൃപ മാത്രം. കല്ലറയുടെ വലിയ കല്ല് ആരെടുത്ത് മാറ്റും എന്ന വേദനയോടുകൂടി മറിയം നിൽക്കുമ്പോൾ ദൈവദൂതൻ തന്നെ വന്ന് ആ കല്ല് ഉരുട്ടി മാറ്റി എന്ന് സുവിശേഷത്തിൽ വായിക്കുന്നു. അതെ, ഉദ്ധിതനിൽ വിശ്വസിച്ച് നീ ജീവിതയാത്ര ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ അയച്ചെടുത്തു മാറ്റും. നിനക്ക് ആശ്വാസവും കൃപയും പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും. ഉത്ഥാന സന്ദേശം നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്തായ കൃപയുടെ പ്രത്യാശയാണ്. എല്ലാം വീണ്ടെടുക്കപ്പെടുമെന്നും എല്ലാം നവീകരിക്കപ്പെടുമെന്നും ദൈവം ഉറപ്പ് നൽകുന്ന അനുഭവമാണ്. ദൈവദൂതൻ മറിയത്തോട് പറയുന്നു, അവൻ ഇവിടെയില്ല, സത്യമായി അവൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരെ നീ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കരുത്. പ്രിയ ദൈവമക്കളെ, ഉത്ഥാന ദിനത്തിലെ ഏറ്റവും മഹത്തായ പ്രത്യാശയും ഇത് തന്നെയാണ്. കർത്താവ് ഉദ്ധിതനാണ്. ശവമഞ്ചങ്ങൾക്കിടയിൽ ഇനി നിനക്ക് അവനെ കണ്ടെത്താനാകില്ല. അവൻ സത്യമായി ഉത്ഥാനം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന ആത്മീയ ജീവിതാനുഭവം സ്വന്തമാക്കി സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ, വിശുദ്ധിയുടെ പൂർണ്ണതയിൽ ദൈവമഹത്വത്തിനായി ജീവിക്കുവാനുള്ള വലിയൊരു ക്ഷണം കൂടി ഈ ദിനം നമുക്ക് നൽകുന്നുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളോ അടയാളങ്ങളോ അല്ല, മറിച്ച് അവിടുന്ന് സത്യമായി ഉദ്ധാനം ചെയ്തു എന്നതാണ്. അപ്പോസ്തലനായ പൗലോസ് അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്നു, ക്രിസ്തു ഉദ്ധാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ വചനപ്രഘോഷണവും അർത്ഥശൂന്യമായേനെ എന്ന്. അവൻ ഉദ്ധാനം ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യാശ. ഭയന്ന് വിറച്ചുപോയ അപ്പോസ്തലന്മാർ വീണ്ടെടുക്കപ്പെട്ട ജനമായി, ശക്തി പ്രാപിച്ച ജനമായി മാറിയത് ഉദ്ധാനത്തിൻ്റെ കൃപ ലഭിച്ചപ്പോൾ മാത്രമാണ്. ഇനിമേൽ നീ ഭയപ്പെടേണ്ട. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. ആ മരണ ഭയത്തെ അതിജീവിക്കുവാൻ ബലമുള്ള ഒരു ദൈവം തങ്ങളോടൊപ്പമുണ്ട് എന്ന ബലം പിന്നെ അവർക്ക് ശക്തി നൽകി. അവർ ആര് ഭയപ്പെട്ടു അവിടെ മധ്യേ നിന്നുകൊണ്ട് നിങ്ങൾ ക്രൂശിച്ച
കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്ന് പറയാനുള്ള ബലം അവർക്കുണ്ടായി. ആകാശത്തിന് ഭൂമിക്ക് മധ്യേ മനുഷ്യകുല രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു എന്ന നാമമല്ലാതെ എന്ന് പറയുവാനുള്ള ബലം അവർക്ക് ലഭിച്ചു. അവർക്ക് ലഭിച്ച ഈ ബലവും ഈ ശക്തിയും ഉദ്ധിതന്റെ കൃപയിൽ നിന്ന് ലഭിച്ചതാണ്. ഉദ്ധാനമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഉദ്ധിതനായ ക്രിസ്തുവിലുള്ള പ്രത്യാശയാണ് ഈ പുണ്യഭൂമിയിലെ എല്ലാ സഹനങ്ങളിലും വേദനകളിലും നൊമ്പരങ്ങളിലും തിരസ്കരണങ്ങളിലും നമുക്ക് ബലം നൽകുന്നത്, ജീവിക്കുവാൻ പ്രേരണ നൽകുന്നത്. എൻ്റെ കർത്താവ് ഉദ്ധാനം ചെയ്തുവെങ്കിൽ അവിടുന്ന് എന്നെയും ഉയർപ്പിക്കുമെന്ന പ്രത്യാശ നമുക്ക് കൂടുതൽ സ്നേഹപൂർവ്വം ഈ പുണ്യഭൂമിയിൽ ജീവിക്കുവാൻ പ്രത്യാശ നൽകുന്നു. ഒപ്പം ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറം നിത്യതയിൽ ഒരു ജീവിതമുണ്ടെന്ന് ഭൂമിയെ പഠിപ്പിക്കുന്ന അനുഭവം കൂടിയാണ് തിരുവുദ്ധാനം. ഈ വിശുദ്ധ ദിനം നമുക്ക് പ്രത്യാശയുടെ ദിനമായിരിക്കട്ടെ. ഇന്നത്തെ ദിനം നമ്മെ ഓർപ്പെടുത്തുന്ന മറ്റൊരു മഹാസത്യം എന്തെന്നോ, അവൻ വീണ്ടും വരും. അതെ, കർത്താവായ യേശു ക്രിസ്തു ഉദ്ധിതനായി നമ്മുടെ ഇടയിലേക്ക് വീണ്ടും വരും. ഈ ഒരു പ്രത്യാശയിൽ ജീവിക്കുവാനും ഉദ്ധാനത്തിൻ്റെ ആനന്ദത്തിൽ ആഹ്ലാദത്തിൽ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ഉദ്ധിതനെ നോക്കി യാത്ര ചെയ്യുവാനുള്ള ആത്മീയ കൃപയ്ക്കായി ഈ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.